സൂപ്പർ സ്റ്റാർ ജൂനിയർ അഭിമാന പുരസ്കാരം സമർപ്പിക്കുന്നു അഞ്ജലി എന്ന ഗായിക. മൈ ഗോഡ്, ഇവിടെ എന്താ സംഭവിക്കണേ? ഒരു ന്യൂ സ്റ്റൈൽ ഓഫ് ഇൻട്രൊഡക്ഷൻ. ഞങ്ങൾ അറിഞ്ഞില്ല. ഞാൻ പാട്ട് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു, അതേപോലെ നന്നായി പാടി. അത് ഒരിക്കലും ഞാൻ നടക്കില്ല. അവിടെ ഇങ്ങനെ വലിയൊരു തെങ്ങുമരം പോലെ നിക്കണ കണ്ടപ്പോ തന്നെ തോന്നി. ഞാൻ അല്ല, എനിക്ക് ഒരു കാര്യം വളരെ വ്യക്തമായി മനസ്സിലായ കാര്യമാണ്, സൂപ്പർ സ്റ്റാർ ജൂനിയറിന്റെ ഈ വേദിയിൽ ഞാൻ വളരെയധികം മിസ്കാസ്റ്റാണ്. കാരണം എവിടെ നോക്കിയാലും സിംഗേഴ്സിന്റെ ഒരു ബഹളം ഉണ്ട്. ഇല്ല, ഞാൻ രാജ്യത്തിനോട് പറഞ്ഞു, രാജ്യത്ത് നമ്മുടെ ഗൂഗിൾ ആണ് എല്ലാ ഇൻഫോർമേഷനും ഫാക്ട്സ് ഒക്കെ. അങ്ങോട്ട് പൊക്കിയപ്പോ തിരിച്ച് നിനക്ക് ഫൈനലി ഇത്രയൊക്കെ പറഞ്ഞതുകൊണ്ട് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു സൂപ്പർ സ്റ്റാർ ജൂനിയർ. കളിക്കാൻ എന്തായാലും നല്ലൊരു. ഇപ്പോ ഇത് ഇത്രയും പാട്ടുകാരെ കേട്ടിട്ടാണോ അങ്ങനെ പാട്ടുകാരിരുന്ന് ജഡ്ജ് ചെയ്യാനാണ് ആ ഒരു ഇൻസ്പിറേഷൻ വന്നത്? അങ്ങനെയാണെങ്കിൽ രജിത്തിന് എന്താ ഇൻസ്പിറേഷൻ? അങ്ങനെയാണെങ്കിൽ ഞാനൊക്കെ എപ്പോഴും പാടി. അല്ല, അത് ഒരാള് പാട്ടുകായി, അടുത്ത ഇൻസ്പിറേഷൻ രജിത്തിന് എന്താ ഇൻസ്പയർ ആവുന്നത്? ഞാൻ പാട്ട് പാടാനാണോ? അല്ല, പാട്ട് പാടണ്ട, എനി ടൈം ഡാൻസ് കളിക്കാം. എനി ടൈം ഡാൻസ്. എല്ലാരും കൈവിട്ടു. അടുത്ത എപ്പിസോഡിൽ ചിലപ്പോ വരാൻ പോകുന്നത് ഒരു മോഹിനിയാട്ടം, കഥകളും ചെയ്യും. ആണോ? പിന്നെ എന്തും. ഇതൊന്നും പറയല്ലേ നിനക്ക്? നീ എന്താ ഇവിടെ മുടി ജീവിച്ചിരിക്കുന്നത്? സ്പൈക്ക് മനുഷ്യൻ ഷൂട്ട് തുടങ്ങി മോനെ. എടാ, നമ്മള് വെറുതെ ഓവറായിട്ട് നമ്മള് ചില ആൾക്കാരെ വെറുതെ പുകഴ്ത്തരുത്. തീർച്ചയായും നമ്മൾ നോക്കണം. അതെ, വിജയ് ചേട്ടനെ പുകഴ്ത്തരുതെന്നാണ് ഉദ്ദേശിച്ചത്. വെരി നൈസ്. അവനെ പുകഴ്ത്തിയതില്ല, അവൻ നല്ലൊരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ളൊരു നടനാണ്. അവൻ അതാണെന്ന് നമുക്കറിയാലോ. അതെ, പ്രത്യേകിച്ച് ഇങ്ങനെ എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. രണ്ടുപേരും പുകഴ്ത്തി എന്നെ താഴ്ത്തിക്കിടാനാണ് മനസ്സിലായി. അതുകൊണ്ട് നമുക്ക് നമ്മുടെ കോമ്പറ്റീഷനിലേക്ക് കടക്കാം. അതിനു മുന്നേ നമുക്ക് നമ്മുടെ ജഡ്ജസിനെ വെൽക്കം ചെയ്യാം. വിജയ് ചേട്ടാ, സുജാത ചേച്ചി ആൻഡ് സ്റ്റീഫൻ ചേട്ടാ. Yes, thank you and welcoming a wonderful orchestra. And let's welcome our first contestant, Surya Kiran. Surya Kiran. ഇത് കണ്ടിട്ട് എനിക്ക് ഒരു ഷെയ്ഡ്സ് ഉണ്ട്, എല്ലാരും ഉണ്ട്. ഈ ഒരു ഷെയ്ഡ്സ് തന്നെയാണ് ഇങ്ങനെ പാസ് ചെയ്ത് എല്ലാരും ഉണ്ട്. നമ്മൾ അങ്ങനെയാണ് ഇവരുടെ ഫ്രണ്ട്ഷിപ്പിന്റെ ഭാഗമായിട്ടാണ്. പക്ഷേ ഇത് മാറ്റാൻ വേണ്ടി അഞ്ജലി ഇവർക്ക് എല്ലാവർക്കും വേണ്ടി 15 കണ്ടസ്റ്റന്റ്സിനും വേണ്ടി ഗ്ലാസ് സ്പോൺസർ ചെയ്തിരിക്കുന്നു. കൈയടിക്കോ? വെരി ഗുഡ്. അവരതൊക്കെ കേട്ടു. എന്തായാലും അത്ര മതി. അല്ല, ഇത് മൊത്തം അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു രജനികാന്ത് സ്റ്റൈലാണോ? ഗസ് റോങ് ആയി പോയി. അപ്പൊ റൗണ്ടിലേക്ക് കിടക്കാം. ഓക്കെ, സോ റൗണ്ട്സ് പ്ലീസ്. ഏത് റൗണ്ടാ മോനെ? പെർഫോമൻസ് റൗണ്ട്. സൂര്യകിരൺ അല്ലെങ്കിലും പെർഫോമൻസിൽ ഒരു പുലിക്കുട്ടിയാണ്. ലുക്കിൽ തന്നെ ഉണ്ട് അതൊക്കെ. ഏതാണ് പാട്ട് മോനെ? ഞാൻ പിച്ചകപ്പൂങ്കാവുകൾക്കും അപ്പുറം. അതാണ് നമ്മുടെ ലാലേട്ടൻ എല്ലാരും മമ്മൂക്കിയൊക്കെ കൂടി തകർത്ത പാട്ടാണ്. അപ്പൊ പെർഫോമൻസും പൊളിക്കൂ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. പിച്ചകപ്പൂങ്കാവുകൾക്കും അപ്പുറം പവനത്രയും മുരുകി വീണുപോയി. പിച്ചളക്കുടുക്കുമിട്ട് വിണ്ടതം കടന്നിത്ര വേഗം എങ്ങുമാഞ്ഞുപോയി. നീലനഭസിൻ മേഘപടത്തിൻ മേലെ നിന്നുടഞ്ഞു വീണു താഴികക്കുടം. പിച്ചകപ്പൂങ്കാവുകൾക്കും അപ്പുറം പവനത്രയും മുരുകി വീണുപോയി. പിച്ചളക്കുടുക്കുമിട്ട് വിണ്ടതം കടന്നിത്ര വേഗം എങ്ങുമാഞ്ഞുപോയി. വീണുടഞ്ഞ താഴിക
ജിംഗ് ചച്ച ജിംഗ് ചക്ക് ചാച്ച ജിംഗ് ചച്ച താഴ്വര കോടമഞ്ഞിൻ കൂടിയഴിഞ്ഞു താഴ്വരകൾ രാവിലുണർന്നു കോടമഞ്ഞിൻ കൂടിയഴിഞ്ഞു താഴ്വരകൾ രാവിലുണർന്നു താരങ്ങളാം ദീപനാളങ്ങളിൽ ആറാടും മേലവാനിൽ പൂവാടിയ വാരൊളി തിങ്കളിൽ തോണിയിൽ വന്നവൻ ആര് പൊൻ താരകറാണി ഹോ ജം 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 പിച്ചകപ്പൂങ്കാവുകൾക്കുമപ്പുറം പവനത്രയും ഉരുകി വീണുപോയി പിച്ചളക്കുണുക്കുമിട്ട് വിൻരഥം കടന്നിത്ര വേഗം എങ്ങുമാഞ്ഞുപോയി നീലനഭസിൻ മേഘപടത്തിൻ മേലെ നിന്നുടഞ്ഞു വീണു താഴികക്കുടം പിച്ചകപ്പൂങ്കാവുകൾക്കുമപ്പുറം പവനത്രയും ഉരുകി വീണുപോയി പിച്ചളക്കുണുക്കുമിട്ട് വിൻരഥം കടന്നിത്ര വേഗം എങ്ങുമാഞ്ഞുപോയി സൂര്യ, എന്തോ ഇത് സൂര്യയുടെ പെർഫോമൻസ് ആണെന്ന് വിചാരിച്ചു വന്നപ്പോഴാണ് നിങ്ങൾ സത്യം പറയണം എല്ലാ പെർഫോമൻസിനും വരുമല്ലേ? അതെ, ഏഹ് ഇവര് മറ്റേ ഈ സ്പെഷ്യൽ അപ്പിയറൻസ് ആ complete കോൺട്രാക്ട് അവരുടെ സ്വന്തം പെർഫോമൻസ് ഒഴിച്ച് ബാക്കി എല്ലാവരുടെയും performance ആണ്. അതിൽ അവസാനം തെന്നിയും വീഴും ലാസ്റ്റ്. അത് അമൽ റോയ് സ്പെഷ്യൽ. പിന്നെ എല്ലാവരുടെയും പെർഫോമൻസിൽ അവന്റെ സിഗ്നേച്ചർ കൊണ്ടുവന്ന എന്താണ് മുദ്ര എന്താ പറയാ പതിപ്പിക്കാൻ വേണ്ടി അവൻ അതെ. അത് പിന്നെ കൊണ്ടുവന്ന് എത്തി. ഇവര് എന്താ പറയാ 3 പേരും അവിടെ നിന്ന് വരവൊക്കെ കണ്ടപ്പോഴേ, അതായത് ഞങ്ങൾ അയ്യോ സ്റ്റേജിൽ കയറാൻ മറന്നു പറഞ്ഞിട്ട് വന്ന പോലെ വന്ന് അവസാനം സ്റ്റെപ്പൊക്കെ എന്താ ഇവിടുന്ന് ഒരാൾ ഇങ്ങനെ ചെയ്യുന്നു, അപ്പൊ മറ്റേ ഞങ്ങളുടെ സ്റ്റെപ്പായി ഫുൾ ഒരു രക്ഷയല്ല, എല്ലാവരും അങ്ങ് ഏറ്റെടുത്തു. അപ്പൊ എന്തായാലും നമുക്ക് ഇനി കമന്റ്സിലേക്ക് കിടക്കാം അല്ലേ? എന്തായാലും സ്റ്റീഫൻ ചേട്ടന്റെ കവളൊക്കെ പോയി പിടിച്ചല്ലോ, നമുക്ക് സ്റ്റീഫൻ ചേട്ടന്റെ അടുത്ത് തുടങ്ങാം. അല്ല, എന്ത് ഉദ്ദേശിച്ചിട്ട് നീ വന്നത്? അതെ, എന്തായിരുന്നു ഉദ്ദേശം? വാരുളി തെന്നലിൻ തോണിയിൽ വന്നവൾ ആര് പൊൻതാരകറാണി വന്നവൾ വന്നവളാ? വന്നവൾ എന്ന് വെച്ചാൽ പെൺകുട്ടിയല്ലേ? അവിടെ ആ വരികളല്ലല്ലോ. അല്ല ചോദിക്കുന്നു സ്റ്റീഫന്റെ അടുത്ത്. അങ്ങനെയാണ്. പൊൻതാരകറാണി. അങ്ങനെ താരക എന്താണ് താരക? ഏയ്, നിനക്കിട്ട് വെച്ചാണ് കേട്ടോ. ഇത് ശരിക്കും അങ്ങോട്ട് പോകണ്ടോ മോനെ? അവൻ ഇങ്ങോട്ട് വരാനൊരു കുറച്ച് ധൈര്യക്കുറവുണ്ട്, അതുകൊണ്ട്. സൂര്യകിരൺ, എനിക്ക് ഇഷ്ടപ്പെട്ടു നിന്റെ. നല്ല സ്മാർട്ടായിട്ട് നീ ചെയ്തു, പ്രസന്റ് ചെയ്തു, എല്ലാം സ്റ്റേജൊക്കെ നന്നായി യൂസ് ചെയ്തു, കൊറിയോഗ്രാഫേഴ്സിന്റെ കൂടെ ഒക്കെ ചെയ്തു. ഞാൻ നോക്കിയിരുന്നു ഏതാ റൗണ്ട്, പെർഫോമൻസ് റൗണ്ട് ആയിരുന്നു. നന്നായി പെർഫോം ചെയ്തു. പാട്ടിൽ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ചെറിയ ആ പാട്ടിൻ്റെതായ ആ പാട്ടിൽ അവിടെ കൊടുക്കേണ്ട ചില സംഭവങ്ങളൊക്കെ കറക്റ്റായി ഒന്ന് ചെയ്യാമായിരുന്നു വേണമെങ്കിൽ. അതും കൂടെ ക്ലിയർ ആയാൽ പെർഫെക്റ്റ് ആയേനെ. നിന്റെ ആറ്റിറ്റ്യൂഡ് നല്ലതായിരുന്നു. ആ ഒരു അതിലെന്താ ലാലട്ടം കാണിച്ചിരിക്കണേ അല്ലേ? അങ്ങ് അർമാദിച്ചിരിക്കുകയാണ് നീ ഇതിൽ മാക്സിമം നിന്റെ രീതിയിൽ നിന്നെ മാക്സിമം നോക്കി. നീ അർമാദിക്കാൻ നോക്കിയില്ല, നീ പെർഫോം ചെയ്തു നന്നായിട്ട്. ഓക്കെ, അതാണ് എനിക്ക് മനസ്സിലായത്. സോ ഇറ്റ് ഇസ് ഗുഡ്, ഐ ലൈക്ക് ഇറ്റ്. പാട്ടിൽ നീ നമ്മൾ കുറച്ചുകൂടെ ആ രീതിയിലൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് കേട്ടോ. അതുകൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു പെർഫെക്റ്റ് സൂപ്പർ സ്റ്റാർ ജൂനിയറിലേക്കുള്ള ആ ഒരു പ്രവേശനം നിനക്ക് കിട്ടും. ആ എല്ലാ കാര്യങ്ങളും നീ കീഴടക്കേണ്ട, അതായത് നിൻ്റെ പെർഫോമൻസ് നീ എല്ലാം ആ രീതിയിൽ നീ ശരിക്കും നമ്മൾ ഡാൻസേഴ്സിനെ ശ്രദ്ധിച്ചില്ല നിൻ്റെ ലുക്കിൽ. കാരണം നിൻ്റെ മുഖത്തുള്ള ആ ഒരു പ്രസന്നത ഞങ്ങളത് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതുപോലെ തന്നെ പാട്ട് കൂടെ വന്നു കഴിഞ്ഞാൽ റെഡി ടു ഗോ. ഓക്കെ, സോ ഐ ലൈക്ക് ഇറ്റ്, കീപ് ഇറ്റ് അപ്പ്. ഇനി ഇങ്ങനെയുള്ള നല്ല നല്ല പെർഫോമൻസും ആയിട്ട് സൂര്യകിരൺ വാടാ. ഓക്കെ, താങ്ക് യു ചക്കരെ. താങ്ക് യു ചേട്ടാ. സുജാത ചേച്ചി. സൂര്യകിരൺ, ഓ എന്തൊരു പാട്ടാണ് എടുത്തുകൊണ്ട് വന്നത്. അയ്യോ, അതെന്താ ലാൽ സാറ്, മമ്മൂക്ക, ഇന്നസെന്റ് സാറ്, രാജു ചേട്ടൻ, പിന്നെ ജഗദീഷ് ചേട്ടൻ എല്ലാരും കൂടെ ചേർന്ന്. മമ്മൂക്കയായിട്ട് ഉദ്ദേശിച്ച സ്റ്റീഫൻ അതാണ് ഞാനിവിടെ ഇങ്ങനെ കാണിച്ചില്ല, അപ്പൊ ടക്ക് ടക്ക് കാണിക്കും. ലാൽ സാറിന്റെ മുഖത്ത് ഇങ്ങനെ മമ്മൂക്ക ഇങ്ങനെ തട്ടും. അത് അങ്ങനെ ഫീൽ ചെയ്തോ? അല്ലല്ല, ഗ്ലാമറിലല്ല. നിനക്ക് അങ്ങനെ ഗ്ലാമറിലല്ല, മമ്മൂക്കാനെ ഉദ്ദേശിച്ച അങ്ങനെ ആയിരുന്നെങ്കിൽ പിന്നെ നീ ഇപ്പുറത്തെ സൈഡിൽ വരേണ്ടിയിരുന്നു. സോറി, നിനക്ക് തെറ്റുപറ്റി. ഫുൾ പ്ലേറ്റ് മാറി. എടാ, നിനക്ക് എന്താ വേണ്ട? സ്റ്റീഫൻ ചേട്ടൻ ചായ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വേണേ. അല്ല, ഒരു മിനിറ്റ്, ആ ഗ്ലാസ് വെച്ചതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പക്ഷെ നീ തോന്നുന്നത്. പറഞ്ഞ ഇപ്പൊ നോക്കിയിട്ട് പറയൂ. പഴയ പോലെ തന്നെ.
It's വെറുതെ too അടി much, കൊടുത്ത് വടി വാങ്ങരുത്. Yes, it's അല്ല too much. രജു പാവാണ്, എന്തെങ്കിലും ഒരു കോംപ്ലിമെന്റ് കിട്ടിക്കോട്ടെ അങ്ങനെ. പോട്ടെ, പോട്ടെ. അല്ല വിജി ചേട്ടാ, എനിക്ക് അതിൽ കൂടെ വരാൻ പറ്റില്ല, അല്ലെങ്കിൽ ഞാൻ വന്നേനെ. അതാണ് അവനതാണ് രണ്ട് തോണിയിലും കുഴപ്പമില്ല. നീ അത് ആ ഒരു അഡ്ജസ്റ്റ്മെന്റിലാണ് നീ അവിടെ നിർത്തിയെന്നുള്ളത് എനിക്ക് മനസ്സിലായി. കുഴപ്പമില്ല, അത് നമ്മൾ പുറത്ത് പറയുന്നത് നല്ലതല്ല, അത് മോശമല്ലേ. അപ്പൊ നീ പറഞ്ഞ കറക്റ്റ് ആണ്, സ്റ്റീഫൻ ചേട്ടനാണ്. അതെ. ഓക്കെ, ചേച്ചി മോന്റെ പാട്ടിൽ ആ ഫുൾ എനർജി ഉണ്ടായിരുന്നു കേട്ടോ. പെർഫോമൻസ് വാസ് ടു ഗുഡ്. ഇയാള് പാവം ആദ്യമേ എക്സൈറ്റഡ് ആയിരുന്നു. ഈ പാട്ട് കേൾക്കുന്ന നമ്മളും എക്സൈറ്റഡ് ആയിരുന്നു. കാരണം നമുക്ക് ആ സീനുകളാണ് ഓർമ്മ. ആ ഫുൾ ട്രെയിനിൻ്റെ ഉള്ളിൽ ഇതും പിന്നെ ഇതിൻ്റെ ലിറിക്സും ഷിബു ചക്രവർത്തി ആൻഡ് മ്യൂസിക് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഔസേപ്പേട്ടൻ. അതെ, എന്തൊരു ഒരു കിക്കാണ് ഈ പാട്ട് കേൾക്കുമ്പോൾ. ലാലേട്ടന്റെ വോയിസ് സിമിലാരിറ്റി ശ്രീകുമാരേട്ടന്റെ ശ്രീകുട്ടൻ എന്ത് രസമായിട്ടാ പാടിയേക്കണേ. സോ എല്ലാം ആ ഒരു പാട്ടെടുത്തു ആൻഡ് മോൻ നല്ലോണം ഒരു 70% ചെയ്തു. ഇനിയും പാട്ട് സൈഡ് മോൻ്റെ ലൈറ്റ് മ്യൂസിക്കിൽ ഇനിയും മോന് കുറച്ചുകൂടെ മുന്നോട്ട് പോകാനുണ്ട്. പക്ഷെ എക്സ്പ്രഷൻസ് ഒക്കെ നല്ലതായിരുന്നു, വളരെ നല്ലതായിരുന്നു. ഭയങ്കര ലൂസായിട്ട് പാടി, ഒട്ടും ഒരു റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലാതെ പാടി. ഇവർ മൂന്നുപേരും നല്ലോണം വന്ന് ഹെൽപ്പ് ചെയ്തു. പ്രത്യേകിച്ച് അമൽ റോയ് കൂടി ആ സിനിമയില് എന്താ പറയാ, ഇതേ പാട്ട് പോലെ തന്നെ ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു പാട്ട് ഭയങ്കര രസമാണ്. അയ്യോ, അഴകാണ് നീലി വരും അഴകോ എന്താണ് ഓടി വരും ഓടി വരും ടോണിക്കുട്ടാ ടോണിക്കുട്ടാ. എന്തായാലും താങ്ക് യു സോ മച്ച്. അങ്ങനത്തെ ഒരു വണ്ടർഫുൾ ക്രിയേഷൻ ഫ്രം ജോഷി സർ. അപ്പോൾ യെസ് സൂര്യ കലക്കി കളഞ്ഞു കേട്ടാ, നൈസ്. നല്ല എനർജി ആയിരുന്നു, നല്ലൊരു രസമുണ്ടായിരുന്നു. സ്റ്റീഫൻ്റെ കവിളൊക്കെ വന്ന് പിടിച്ചതും എല്ലാ കാര്യങ്ങളും നല്ലായിരുന്നു. ഇനി ഇവിടം വരെ വരാത്തതിൻ്റെ ഒരു സങ്കടം നമുക്ക് വേറെ പാട്ടിൽ തീർക്കാം, ഡോണ്ട് വറി. വല്ല സൂപ്പർ സ്റ്റാറിൻ്റെ പാട്ടൊക്കെ എടുക്കുമ്പോൾ എന്നെപ്പറ്റി എന്തെങ്കിലും ആലോചിക്കുമല്ലോ, അപ്പോൾ വന്നാൽ മതി, നോ പ്രോബ്ലം. ഞാൻ അപ്പോഴും ഞാൻ വളരെ താഴ്മയോടെ ഞാൻ സംസാരിക്കാറുള്ളൂ. നമ്മൾ ബാക്കിയുള്ളവർ പറഞ്ഞേ നമ്മൾ ഒരിക്കലും നമ്മളിതാവുക. ഓക്കെ, അതിരിക്കട്ടെ. സൂര്യ, പാട്ടിൻ്റെ കാര്യത്തിൽ ആ ത്രോ അതൊക്കെ സുജാ ചേച്ചി പറഞ്ഞ പോലെ നിൻ്റെ ആ ഒരു ക്ലാസിക്കൽ സൈഡിൽ നിന്നുള്ളത് മാറി കുറച്ച് നന്നായിട്ട് ഇതിൻ്റെ ഒരു മൂഡിലേക്ക് വന്നു. ഓക്കെ, ദാറ്റ് വാസ് നൈസ്. അപ്പോൾ പിന്നെ ഈ പറഞ്ഞ പോലെ ചില സ്ഥലത്തൊക്കെ എന്നിട്ട് പക്ഷേ ആ ചരണം, സെക്കൻഡ് ചരണം നീ കുറച്ച് നേരത്തെ തുടങ്ങി, മറ്റേ രണ്ടാമത്തെ വരിയിൽ തുടങ്ങി, പക്ഷേ എന്നിട്ട് പിന്നെ വേഗം പിടിച്ചെടുത്ത് പിന്നെ കറക്റ്റായിട്ട് തുടങ്ങി. സോ ദാറ്റ്സ് ഗുഡ്. അവിടെ നീ ടെൻഷൻ ഒന്നും അടിച്ചില്ല, യു സ്റ്റിൽ എൻജോയ്ഡ്. അപ്പോൾ സൂര്യ, എനിവേ ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് ഇതുപോലെ അങ്ങനെ പോട്ടെ. ഓക്കെ, കീപ് ഇംപ്രൂവിങ്. ഓരോ പാട്ടിനനുസരിച്ചുള്ള ഒരു ക്യാരക്ടർ അതിൽ കൊണ്ടുവരിക. ഓക്കെ, ഗുഡ്. താങ്ക് യു. സോ ഇറ്റ് വാസ് ഗുഡ് കമന്റ്സ്, ഗുഡ് മാർക്സും കൂടി ആവട്ടെ. ഓക്കെ, നോക്കാം. യെസ്. അപ്പോൾ സ്റ്റീഫൻ ചേട്ടാ, താങ്ക് യു ചേട്ടാ. സുജാത ചേച്ചി. വിജയ് ചേട്ടാ. നല്ല സ്കോറാണ്. അടുത്ത പ്രാവശ്യം വീണ്ടും ഞെട്ടിക്കൂ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് മോനെ. നന്നായി പാടി മോളെ, സ്വീറ്റ് ആയിരുന്നു. പദചലനങ്ങളിൽ പരിരംഭണങ്ങളിൽ പാടെ മറന്നു ഞാൻ നിന്നു. അയഥാർത്ഥമായി ഗോപുരസീമകൾ ആശകൾ താനേ തുറന്നു. അവരവൻ നന്നായിട്ട് പാടി കേട്ടോ. താങ്ക് യു ചേട്ടാ. നല്ല ഫീൽ ഉണ്ടായിരുന്നു. ചിലങ്കേ നിന്റെ താളം ലാസലാസ്യ താളം ധും ധും തന ധും തന നന നന ധുംന ധുംന ചിലങ്കേ നിന്റെ താളം ലാസലാസ്യ താളം ധും. സോ നമുക്ക് അടുത്ത കണ്ടസ്റ്റന്റിനെ വിളിക്കാം. അഭിരാമി.
അഭിരാമി. അഭിരാമിയുടെ ട്രേഡ് മാർക്കാണ് ഇപ്പൊ ഈ ഓട്ടം അല്ലേ? അതെ. ഒന്ന് കണ്ണൊക്കെ നടച്ചു കാണിച്ചു കൊടുക്കും ചേട്ടനൊന്ന് കാണട്ടെ. കണ്ണടയ്ക്ക്. എന്താണിത് ബ്ലൂ ഈശ്വര. ബ്ലൂ ഐ ഷാഡോ. അത് ഇതിന്റെ മാച്ച് ആയിട്ടാണ് ഇവിടെ ഇത് മാച്ചാണ്, കംപ്ലീറ്റ് മാച്ചിങ് ആണ്. അപ്പൊ എന്തായാലും പാട്ടിലേക്ക് കിടക്കാം. ഓക്കെ, സോ റൗണ്ട്സ് പ്ലീസ്. ഏത് റൗണ്ടാ മോളെ? മൈ മ്യൂസിഷ്യൻ. ഓക്കെ, അപ്പൊ മോളുടെ ഫേവറേറ്റ് മ്യൂസീഷ്യൻ ആരാണ്? ജോൺസൺ മാഷ്. ഓ, ഒരു ഗ്രേറ്റ് ചോയ്സ് തന്നെയാണ് ജോൺസൺ മാഷ്. അപ്പോ ജോൺസൺ സാറിന്റെ ഏത് സോങ് ആണ്? ഞാൻ ഒരു കഥ ഒരു നുണക്കഥ എന്ന ഫിലിമിലെ അറിയാതെ അറിയാതെ. ഓ, such a lovely song. ഓക്കെ, സോ എന്താ പറയാ, ഒന്നും പറയാനില്ല, നന്നായി ഒന്നും പറയാനില്ല. അതെ, ഓക്കെ, അപ്പൊ നന്നായി പാടും. ഓക്കെ, അപ്പൊ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. എന്നിലെ എന്നിൽ നീ, എന്നിലെ എന്നിൽ നീ കവിതയായി വന്നു തുളുമ്പി. അറിയാതെ അറിയാതെ എന്നിലെ എന്നിൽ നീ, എന്നിലെ
നന്നായി പാടി മോളെ. താങ്ക് യു മാം. സ്വീറ്റ് ആയിരുന്നു. അഭിരാമി നന്നായിട്ട് പാടി കേട്ടോ. താങ്ക് യു ചേട്ടാ. നല്ല നല്ല ഫീൽ ഉണ്ടായിരുന്നു. ചിലങ്കേ നിന്റെ താളം ലാസലാസ്യ താളം ധും ധും തന ധും തന നന നന ധുംന ധുംന ചിലങ്കേ നിന്റെ താളം ലാസലാസ്യ താളം ധും. കാലിബറിന് അനുസരിച്ചുള്ള സോങ് ചോയ്സ് തന്നെയാണ്. കാരണം ഷാർലറ്റ് ഒരുപാട് കാലിബർ ഉള്ള കുട്ടിയാണ്. ഏകാന്തരാത്രിയിൽ കാമദേവൻ വരും എന്റെ സുന്ദരമാം രാജമന്ദിരത്തിൽ ഞാൻ ഒരുങ്ങും ചന്ദനമണിയറയിൽ ഞാൻ. അഭിരാമി കുട്ടി എന്തോ ശോ തകർത്തു. പറയണ്ട, സ്വീറ്റ് വോയിസ് നല്ല രസമുണ്ടായിരുന്നു കേൾക്കാനൊക്കെ. താങ്ക് യു. താങ്ക് യു. അപ്പൊ നമുക്ക് കമന്റ്സ് കേൾക്കാം. ആ കമന്റ്സ്. അപ്പോ യെസ് വിൽ സ്റ്റാർട്ട് വിത്ത് വിജയ് ചേട്ടൻ. വിജയ് ചേട്ടൻ. അഭിരാമി ചേട്ടാ. അഭിരാമി 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 നന്നായിട്ട് പാടി കേട്ടോ. താങ്ക് യു ചേട്ടാ. നല്ല നല്ല ഫീൽ ഉണ്ടായിരുന്നു. ആൻഡ് ആ പാട്ടിൻ്റെ എല്ലാ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെറിയ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ പക്ഷെ അങ്ങനെ ഒരു വലിയ കുറ്റം പറയാൻ അത്രയൊന്നുമില്ല. ജസ്റ്റ് പിച്ചിങ് ശ്രുതി അവിടെ ഇവിടെയൊക്കെ. പക്ഷേ അതർവൈസ് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് നല്ല ചിരിച്ചുകൊണ്ട് തന്നെ പാടി. വെരി നൈസ്. ഓക്കെ, വെരി ഗുഡ്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. താങ്ക് യു ചേട്ടാ. സുജാത ചേച്ചി. നന്നായി പാടി മോളെ. താങ്ക് യു മാം. സ്വീറ്റ് ആയിരുന്നു. ചെറിയ സംഗതികളുടെയൊക്കെ ചെറിയൊരു പ്രിസിഷൻ ഇനി ആവാം. കുറച്ചും കൂടി ക്ലാരിറ്റിയ സംഗതികൾക്ക് വരാം. മോള് കുഞ്ഞാണ്. പിന്നെ ഇതുപോലെ എൻഡിങ്സ് ഒക്കെ ഓരോ ലൈൻ്റെ കുറച്ച് ശ്രുതി പ്രശ്നമുണ്ട്. ബട്ട് ആ പാട്ട് എന്തൊരു പാട്ടാണല്ലോ ഇത്. ഹോ, ആൻഡ് ഓർക്കസ്ട്ര. അയ്യോ, നമ്മുടെ മ്യൂസിഷ്യൻസ് എൻ്റെ ദൈവം എന്ത് രസമായിട്ടോ വായിച്ച്. ഫ്ലൂട്ട്, ഈ തബല സൈഡ്, അയ്യോ സൂപ്പർ. എല്ലാവരും അതെ, എല്ലാവരും ഭയങ്കര രസമായിരുന്നു. ഇങ്ങനെ ജോൺ സേട്ടൻ്റെ ഒരു മാജിക് ശരിക്കും ഇവിടെ റീക്രിയേറ്റ് ചെയ്തു അവർ. സോ താങ്ക്സ് ഫോർ ദിസ് സോങ്. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. സ്റ്റീഫൻ ചേട്ടാ. അഭിരാമി എന്തോ. നല്ലായിരുന്നു കേട്ടോ. താങ്ക് യു ചേട്ടാ. എനിക്ക് തോന്നിയത് ഈ പിച്ചിൻ്റെ മാത്രമല്ല, ചില സ്ഥലത്ത് ലാൻഡ് ചെയ്യുമ്പോഴും കയറുമ്പോഴൊക്കെ അങ്ങനെ ഒരു ചെറിയ പിച്ചിൻ്റെ ഒരു മോളുടെ കൺട്രോളിലല്ല വോയിസ് എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. അതുമാത്രമേ എനിക്ക് ഫീൽ ചെയ്തുള്ളൂ. ഫീല് വൈസ് നല്ല രസമുണ്ടായിരുന്നു. ഗുഡ് ഫീൽ യു സാങ് കേട്ടോ. പിന്നെ ഇതൊരു എനിക്ക് അഭിരാമിനെ നല്ല അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, എടുത്ത മൈ മ്യൂസിഷ്യൻ, വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് കമ്പോസർ ഇൻ മലയാളം അല്ലേ, ജോൺസൺ മാസ്റ്റർ. അദ്ദേഹത്തിൻ്റെ ആ ഒരു അമേസിങ് കോമ്പോസിഷനാണിത്. നല്ല അറേഞ്ച്മെൻറ്റും അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ അറേഞ്ച്മെൻറ്റ് മുഴുവനും ചെയ്യുന്നത്. അത് വളരെ റെയറാണ് നല്ല കമ്പോസേഴ്സൊക്കെ ഉള്ളത്. സോ താങ്ക് യു ഫോർ ബ്രിങ്ങിങ് ദാറ്റ് സോങ്. താങ്ക് യു ചേട്ടാ. അപ്പോൾ ഇനിയും ഇങ്ങനെ പടിപടിയായിട്ട് നല്ല നല്ല പാട്ടുകളായിട്ട് വായ കേട്ടോ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. ഓക്കെ. താങ്ക് യു ചേട്ടാ. അപ്പോൾ ഇനി നമുക്ക് മാർക്സ് അറിയാം. ആ അപ്പോൾ നമുക്ക് ആരാ സ്റ്റീഫൻ ചേട്ടനെ തുടങ്ങാം. ഓക്കെ. Eight on 10. Yes. Now Sujata ചേച്ചി. സുജാത ചേച്ചി. Eight on 10. So വിജയ് ചേട്ടാ. So 23.5. ഓക്കെ. അപ്പൊ അടുത്ത പ്രാവശ്യം വരുമ്പോ ഇനി പുതിയ ഈ ഐ ഷാഡോ ഒക്കെ ഇട്ട് വരുമോ? വേറെ കളറിലൊക്കെ. വേറെ കളർ? ഓക്കെ. അപ്പൊ ഓൾ ദി ബെസ്റ്റ് മോളെ. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ. സോ നമ്മുടെ ഫൈനൽ കണ്ടസ്റ്റന്റ് ഓൺ സ്റ്റേജ് ഷാർലറ്റ്. ഷാർലറ്റ് എന്താ പറയണ്ടേ, ഭയങ്കര സുന്ദരിയായിട്ടുണ്ടല്ലോ കാണാൻ. താങ്ക് യു. സുന്ദരിയാണ്. ഇന്ന് കുറച്ചും കൂടി സുന്ദരിയായിട്ടുണ്ട് കാണാൻ.
ഭയങ്കര ഡ്രസ്സൊക്കെ ഇട്ട് നല്ല ഭംഗിയുണ്ട് കാണാനല്ല. താങ്ക് യു ചേച്ചി. വെൽക്കം. ഓക്കെ, റൗണ്ട്സിലേക്ക് കിടക്കാം. ഓക്കെ, സോ റൗണ്ട് പ്ലീസ്. സെമി ക്ലാസിക്കൽ റൗണ്ട്. സെമി ക്ലാസിക്കൽ റൗണ്ട് ആണ്. സോ ഈ സെമി ക്ലാസിക്കൽ റൗണ്ടിൽ മോൾ ഏത് പാട്ടാ പാടാൻ പോകുന്നത്? തോമസ് ലീഹ എന്ന ഫിലിമിലെ ഈശ്വര, തോമസ് ലീഹയിലെ പാട്ടോ? അത് എത്ര പഴയ പാടാണല്ലേ. ഓക്കെ, അതിലെ ഏത് പാട്ടാ? ദും ദും തന ദും തന നന. അപ്പൊ പാട്ടിൽ തന്നെ മനസ്സിലായി മോളിവിടെ റെഡി ആണെന്നുള്ളത്. അപ്പോ ഓൾ ദി ബെസ്റ്റ്. പക്ഷേ ആ പെർഫോമൻസിന് മുന്നേ നമുക്കൊരു ചെറിയ ബ്രേക്ക് സെമി ആവശ്യമാണ്. ക്ലാസിക്കൽ റൗണ്ട് ആണ്, നമുക്കൊരു ചെറിയ ഗ്യാപ്പ് കൊടുക്കണം അല്ലേ? അപ്പോ Let's സൂപ്പർ have സ്റ്റാർ ജൂനിയറിലൊരു കുട്ടി കുട്ടി break. ബ്രേക്ക്. ധും ധും തന നന നന ധും ന ധും ന ചിലങ്കേ നിന്റെ താളം ലാസലാസ്യ താളം ധും ധും തന നന നന ധും ന ചിലങ്കേ നിന്റെ താളം ലാസലാസ്യ താളം ധും. കാലിബറിന് അനുസരിച്ചുള്ള സോങ് ചോയ്സ് തന്നെയാണ്. കാരണം ഷാർലറ്റ് ഒരുപാട് കാലിബർ ഉള്ള കുട്ടിയാണ്. ഏകാന്തരാത്രിയിൽ കാമദേവൻ വരും എൻ്റെ സുന്ദരമാം രാജമന്ദിരത്തിൽ ഞാൻ ഒരുങ്ങും ചന്ദനമണിയറയിൽ ഞാൻ. Second prize sponsored by Nirapara, മലയാളത്തിന്റെ മഹാരുചി. Fourth prize sponsored by Nandanam Sanitaries. വെൽക്കം ബാക്ക് ടു സൂപ്പർ സ്റ്റാർ ജൂനിയർ. യെസ്, സോ സെമി ക്ലാസിക്കൽ റൗണ്ടാണ് മോൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. സോ സെമി ക്ലാസിക്കൽ റൗണ്ടിൽ വളരെ എന്താ പറയുക ഓൾഡ് ആയിട്ടുള്ള നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു സിനിമയാണ് തോമസ് ലീഹ. തോമസ് ലീഹയിലെ പാട്ടാണ്. അപ്പോൾ തകർക്കൂ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. താങ്ക് യു ചേച്ചി. ചിലങ്കേ നിന്റെ താളം ലാസലാസ്യ താളം ധും ധും തന നന നന ധും ന ചിലങ്കേ നിന്റെ താളം ലാസലാസ്യ താളം ധും ധും തന നന നന ധും ന ചിലങ്കേ നിന്റെ നിന്റെ താളം.
ചിലങ്കേ നിന്റെ നിന്റെ താളം ഷാർലറ്റ് ആസ് യൂഷ്വൽ മെച്ചോർഡ് സിംഗിങ് ആയിരുന്നു. പക്ഷെ ഇടയിലൊന്ന് ഇതായോ, ഒന്ന് വെള്ളക്കടൽ വന്നപ്പോലെ സാരല്ല. യെസ്, അപ്പോൾ നമുക്ക് എന്തായാലും ജഡ്ജസിനോട് കമന്റ്സ് ഒക്കെ ചോദിക്കാം. സോ തോമസ് ലീഹ സോങ്ങിന് വേണ്ടി നമുക്ക് സ്റ്റീഫൻ ചേട്ടൻ്റെ അടുത്ത് ചോദിക്കാം. യെസ് സ്റ്റീഫൻ ചേട്ടാ, ലെറ്റ്സ് സ്റ്റാർട്ട്. ഷാർലറ്റ്, ഹായ് ഹൗ ആർ യു? ഫൈൻ. വാവ്, ഭയങ്കര നല്ല റെസ്പോൺസ് ആണല്ലോ. എങ്ങനെ എന്താ ഷാർലറ്റ് വിലയിരുത്തുകയാണെങ്കിൽ എങ്ങനെ ഇരിക്കും? ഷാർലറ്റ് പാടിയതാണെങ്കിൽ എങ്ങനെ പറയും? ഷാർലറ്റിന് പേടിയായിരിക്കും. അന്ന് നമ്മൾ ചോദിച്ചപ്പോൾ ശരിയായില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എന്തോ പറഞ്ഞു. അതുകൊണ്ട് പറയില്ല ഒന്നും ഇനിയും. നന്നായി പറയുന്നല്ലേ, ഞാൻ നന്നായി പാടി സാർ. ചേട്ടാ അങ്ങനെയാണോ? പറ. നന്നായി പാടി. നന്നായി പാടി, നന്നായിട്ട് തന്നെ പാടി. ഓക്കെ, നല്ല കൈയടി കൊടുക്കൂ. കാരണം ഈ പാട്ട് ടഫായിട്ടുള്ള പാട്ടാണ്, ഭയങ്കരമായിട്ടുള്ള ടഫാണ്, ഭയങ്കര കെയർഫുൾ ആണ്. എല്ലാ ലുക്ക് ആൻഡ് കോർണേഴ്സിലും നമ്മൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു പാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അത് ഷാർലറ്റിനെ മാക്സിമം ട്രൈ ചെയ്തു. യു ട്രൈ യുവർ ബെസ്റ്റ്. ചില അവിടെ ഇവിടെയൊക്കെ പിച്ചുകളൊക്കെ ചെറിയ വളഞ്ഞു പോയിരുന്നു. പിന്നെ അതാണ് എനിക്ക് തോന്നിയത്. പിച്ച് ലാൻഡിങ് പോർഷൻസ് ഒക്കെ ചെറുതായിട്ട് അവിടെയൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഐ അപ്രീഷിയേറ്റ് യുവർ ട്രൈ. അത് അങ്ങനത്തെ ഒരു ഈയൊരു നമ്മളിപ്പോൾ അങ്ങനത്തെ ഒരു ഘട്ടത്തിലാണ് നിൽക്കുന്നത്. അപ്പോഴും ഇങ്ങനെ റിസ്കി ആയിട്ടുള്ള സോങ്സ് എടുത്ത് കൊണ്ടുവന്നത് ദാറ്റ് ഈസ് എ ഗുഡ് ഗട്ട്സ്. ആ ഗട്ട്സിന് നന്ദി പറയണം. സോ കീപ് ഡൂയിങ്. അങ്ങനെയുള്ളത് നല്ല നന്നായിട്ട് ഇങ്ങനെയുള്ള പാട്ടുകൾ, ഇങ്ങനെയുള്ള ന്യൂസൻസ് വരുന്ന ഭാഗത്തൊക്കെ വളരെയധികം പ്രാക്ടീസ് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക. അതായത് വീട്ടിൽ പാടുന്ന മാതിരിയല്ല എപ്പോഴും സ്റ്റേജിൽ പാടുമ്പോൾ. സ്റ്റേജിലെത്തുമ്പോൾ ഒന്നാമത് കോൺഫിഡൻ്റ് ഉള്ളത് ചിലപ്പോൾ ഡ്രോപ്പ് ആകാൻ വഴിയുണ്ടാവും. കാരണം ഈ ലൈറ്റും ഓഡിയൻസും ജഡ്ജസും എല്ലാവരും ലൈവായിട്ട് ചെയ്യാണ്. ആക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ പകുതി ജീവൻ പോവും അല്ലേ? അപ്പോൾ അത്രയും ഒരു ഘട്ടത്തിൽ നമ്മൾ കോൺഫിഡൻ്റ് ആയി നിൽക്കണമെന്നുണ്ടെങ്കിൽ ടു കോൺഫിഡൻ്റ് ആയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അധികം പാടിയതിനെ വെച്ച് നോക്കി പാടാൻ പറ്റുന്നുള്ള രീതിനെക്കാട്ടിലും ആ ഒരു റേഞ്ച് എത്തിയാലും അതിനും കൂടുതൽ പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ അത് രക്ഷിക്കും കേട്ടോ. സോ അങ്ങനെയുള്ള പ്രാക്ടീസുകളൊക്കെ കൂടെ ചെയ്യുക ആൻഡ് കീപ് വർക്കിംഗ് ഹാർഡ് for this kind of songs. Okay, all the very best. Thank you ചേട്ടാ. Thank you. സുജാത ചേച്ചി. ഷാർലറ്റ്, ഹായ് ചേച്ചി. ഷാർലറ്റിൻ്റെ കാലിബറിന് അനുസരിച്ചുള്ള സോങ് ചോയ്സ് തന്നെയാണ്. കാരണം ഷാർലറ്റ് ഒരുപാട് കാലിബറുള്ള കുട്ടിയാണ്. അത് യു ഹാവ് സെലക്ഷൻ റൗണ്ട് തൊട്ട് അന്നേ ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷേ ഒരു കാര്യം ഞാൻ പറയും, ഇന്ന് ഷാർലറ്റിൻ്റെ ഇതിൻ്റെ ഒപ്പം ഷാർലറ്റ് അത്രയും പാടിയിട്ടില്ല. ഷാർലറ്റിൻ്റെ കയ്യിലെ കഴിവിൻ്റെ അത്രയും എത്തിയിട്ടില്ല ഈ പാട്ട്. ഷാർലറ്റിന് ഈ പാട്ട് ഇതിലും നല്ലോണം പാടാൻ പറ്റും. മേ ബി ഐ തിങ്ക് യുവർ വോയിസ് വെൻ ഡ്രൈ ഇല്ലേ? അതാണ് ഒരു കാരണം തോന്നുന്നു. കുറച്ച് തെറ്റുകളും ഉണ്ട്. മോളുടെ ചരണം ഒന്ന് പാടൂ ഈ പാട്ട്. പക്ഷേ ആദ്യം പറയട്ടെ, ഈ പാട്ട് ഭയങ്കര പ്രയാസമാണ്. സലിൽദ ഉണ്ടാക്കി വെച്ചേക്കണേ. നമ്മൾ കേൾക്കുമ്പോൾ ഡിഫിക്കൽട്ട് തന്നെയാണ്. ഈ ഓർക്കസ്ട്ര ഇവർക്കൊന്നും റെസ്റ്റേ ഇല്ല, വായിച്ചുകൊണ്ടേ ഇരിക്കണം ഇങ്ങനെ ഫുൾ പാട്ട്. അതുപോലെ പാട്ടും പാടിക്കൊണ്ടിരിക്കണം. അവസാനം ഇമ്പോസിഷൻ പോലെ ധും തരാൻ ഒരു 3 പ്രാവശ്യവും. അപ്പോൾ അങ്ങനെ തീരുമില്ല ആ പാട്ട്, ഇങ്ങനെ പാടിക്കൊണ്ടേ ഇരിക്കണം. അപ്പോൾ അങ്ങനത്തെ ഒരു പാട്ട്. അപ്പോൾ തൊണ്ട ഡ്രൈ ആയി എന്ത് ചെയ്യും? നമുക്ക് ശ്വാസം എടുക്കാൻ കൂടെ സ്ഥലമില്ല. അങ്ങനത്തെ സമയത്ത് തൊണ്ട ഡ്രൈ ആയത്. അപ്പോൾ ഒരു ചെറിയൊരു ഭാഗ്യക്കേട് ഒരു മൊമെൻ്റ്, ഒരു 5 മിനിറ്റ് അവിടെ മോളുടെ കൂടെ ഉണ്ടായി. അത് സാരമില്ല, അത് നമുക്ക് ഇനിയും ഒരു ചെറിയൊരു ബാഡ് ലക്കായിരുന്നു. പക്ഷേ ഇപ്പോൾ മോൾക്ക് ആ ചരണമൊന്ന് ഫസ്റ്റ് ആ ഫ്യൂ ലൈൻസ് ഒന്ന് പാടും. മോള് പാടിന് കുറച്ച് അങ്ങിങ്ങ് തെറ്റുണ്ട്. ഏകാന്ത രാത്രി നീലനേത്രങ്ങളും നിത്യദാഹങ്ങളും നിന്നെ ഞാൻ തിരയും. നിന്നെ ഞാൻ അവിടെ ശ്രുതി നോക്കൂ. നിന്നെ ഞാൻ തിരയും ചന്ദ്രതീർത്ഥങ്ങളിൽ ഞാൻ വികാരം വളർത്തും മണിനാദത്തിൻ
അവിടെയൊക്കെ നല്ലായിരുന്നു, അവിടെയൊക്കെ നല്ലായിരുന്നു. ആ പാടൂ. മണിനാദത്തിൽ നഗ്നശിരസിൽ നർത്തനമാടും ആയിരം നഖങ്ങളാൽ കൊത്തിയുണർത്തോതും. കണ്ടോ, ക്ലീൻ ആണ് ഇപ്പോൾ പാടിയത്, ക്ലിയർ, എല്ലാം കറക്റ്റാണ് ഇപ്പോൾ പാടിയത്. അപ്പോൾ പാടിയ കുറേ നോട്ട്സ് അങ്ങിങ് പോയിരുന്നു. അതാണ് സലിതായുടെ പാട്ടുകൾ നമ്മൾ കേൾക്കുമ്പോൾ ഈസിയാന്ന് വിചാരിക്കുമ്പോൾ, പക്ഷേ പാടാൻ സിമ്പിൾ, ഫാസ്റ്റ് സോങ്സ് ആയാലും ഭയങ്കര ഡിഫിക്കൽട്ട്. ഇങ്ങനെ ജമ്പിങ് നോട്ട്സാണ് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ. പക്ഷേ എടുത്തു വന്നത് മോൾക്ക് പറ്റിയ മോളുടെ ഇതിനെ പാടണം, ഷാർലറ്റ് ഇത് നല്ലോണം പാടണം. പക്ഷേ ഇന്ന് അത്ര എത്തിയില്ല. ഇപ്പോൾ പാടിയപ്പോൾ ഇറ്റ് വാസ് ഗുഡ്. അപ്പോൾ എന്താ ചെയ്യണ്ടേ? സാരല്ല മോളെ. എനിവേ യു ഹാവ് പ്രൂവ്ഡ് യു ആർ ഗുഡ് സിംഗർ. താങ്ക് യു. സോ വിജയ് ചേട്ടാ. ഷാർലറ്റ്, വെരി ഗുഡ് സെലക്ഷൻ. നല്ലൊരു പാട്ട്. ആരാ സെലക്ട് ചെയ്ത? എൻ്റെ മാഷ സെലക്ട് ചെയ്തത്. ആണോ? ഓക്കെ. മാഷാണോ ഫുൾ പഠിപ്പിച്ചു തന്നത്? അല്ല, മാഷ് പഠിപ്പിച്ചൊരു സമയം കിട്ടിയില്ല. അപ്പൊ മാഷ് ഫോണിലൂടെ വിളിച്ചിട്ട് പറഞ്ഞു തന്നു. ആ, അതെന്താ അവിടെ പോയി മാഷിന്റെ അടുത്ത് പഠിക്കാൻ സമയം കിട്ടില്ല? അല്ല, ഇങ്ങോട്ട് വരുന്ന തിരക്കില് പറ്റിയില്ല. മാഷിന്റെ പേരെന്താണ്? കംവട്ടം ആനന്ദൻ മാഷ്. ഓ, അപ്പോൾ മാഷിൻ്റെ അടുത്തൊന്ന് കുറച്ചുകൂടി ഒന്ന് ഐ തിങ്ക് ഇരുന്നിരുന്നെങ്കിൽ മേ ബി കുറച്ചുകൂടിയും ഇതാക്കായിരുന്നു. പക്ഷെ എന്നാലും നന്നായിട്ട് പാടി. നല്ല വോയിസിൻ്റെ ഫീൽ നല്ലതായിരുന്നു. പക്ഷെ ഐ തിങ്ക് കുറച്ചുകൂടിയും സുജാ ചേച്ചി പറഞ്ഞ ത്രോ ആ ഒരു ചില സ്ഥലത്തൊക്കെ ആ കണക്ട് ചെയ്യുന്നതൊക്കെ നമ്മൾ കുറച്ചുകൂടിയും സ്ട്രെയിറ്റ് ആയിട്ടുണ്ടെങ്കിൽ, എന്ന് വെച്ചാൽ അത് ഈ അപ്പ് ആൻഡ് ഡൗൺ ആയതുകൊണ്ട് നമ്മൾ കൂടുതൽ ഗ്ലൈഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ആ ഒരു കറക്റ്റ് ഒരു ഇഫക്റ്റ് കിട്ടില്ല അല്ലേ സുജി? നമ്മൾ ഈ എങ്ങനെയാ അത് ആ പോർഷൻ? ആയിരം നഖങ്ങളാൽ ആയിരം നഖങ്ങൾ. സോറി എനിക്ക് അറിഞ്ഞൂടാ. കൊത്തിയുണർത്തും അല്ലേ? അതല്ലേ? ആ, മോളെ ഫസ്റ്റ് ഇപ്പൊ കറക്റ്റാ പാടണം. അപ്പൊ പാടിയപ്പോ വേറെ ഒരു നോട്ട് ചേഞ്ച് ഉണ്ടായിരുന്നു. ആൻഡ് ഓൾസോ കുറച്ചിങ്ങനെ അവിടെ ഒരു കുറച്ചുകൂടെയും ഫോഴ്സ്, ചെറുതായിട്ടൊന്ന് ഫോഴ്സ് കൊടുത്താലേ അത് ക്ലിയർ ആയിട്ട് അത് ഷാർപ്പായിട്ട് കേൾക്കുള്ളൂ. അപ്പം അത് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഓവറോൾ വാസ് നൈസ്, ഗുഡ് പെർഫോമൻസ്. ഓക്കെ, താങ്ക് യു. സോ നമുക്ക് ഇനി മാർക്സിലേക്ക് കിടക്കാം. യെസ്. സോ വിജയ് ചേട്ടാ. So yes, now Sujata Chechi. 8 marks. So yes, Stephen Chetan. 7.5. So 23. കുഴപ്പമില്ല അല്ലേ? നല്ല മാർക്കാണ്. സോ എന്തായാലും നമുക്ക് അടുത്ത പെർഫോമൻസ് ഇതിലും ഗംഭീരമാക്കി വരാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. സോ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിന്റെ ഫൈനൽ സെഗ്മെന്റ് which is top scorer ആരാണ് രജത്? സൂര്യകിരൺ with 25 marks. സൂര്യകിരൺ with 25 marks. പിച്ചകപ്പുങ്കാവുകൾക്കും അപ്പുറം പവനത്രയും മുരുകി വീണുപോയി. പിച്ചളക്കുണുക്കുമിട്ട് വിണ്ടതം കടന്നിത്ര വേഗം എങ്ങുമാഞ്ഞുപോയി. റെഡിയാണോ? വേഗം പോയിട്ട് ഗിഫ്റ്റ് മേടിച്ചോളൂ. ഓടിപ്പോയിക്കോ. ഓടിപ്പോയിട്ട് ഗിഫ്റ്റ് മേടിച്ചോളൂ. പിച്ചകപ്പൂങ്കാവുകൾക്കുമപ്പുറം പവനത്രയും മുരുകി വീണുപോയി. പിച്ചളക്കുണുക്കുമിട്ട് വിണ്ടതം കടന്നിത്ര വേഗം. സോ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. കുറേ നല്ല പെർഫോമൻസുമായി നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. So till then keep watching and keep supporting Superstar Junior. Yes. ഇന്ന് ഫാദേഴ്സ് ഡേ ആണ്, നമുക്കറിയാം. അപ്പൊ അമ്മമാർക്കും മക്കൾക്കും വേണ്ടി അച്ഛന്മാരുടെ വക ഒരു ഡെഡിക്കേഷൻ പെർഫോമൻസ് ഉണ്ട്. കുയിലിനെ തേടി കുനിച്ചു പായും മാരാ പട്ടുകുപ്പായക്കാരാ നിന്നോട് ഞാനൊരു മിന്നാരം ചോദിക്കാം. ഓമനത്തിങ്കൾ പക്ഷി നീലത്താമരക്കുളത്തിലെ തിങ്കൾ പക്ഷി പെറ്റൊരു പാതിരാമുത്തിന് പേരത്ത്. ഭാവന വിജയൻ,
നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. താങ്ക് യു ചേട്ടാ. ഭാവനയ്ക്ക് നല്ല ഡൈനാമിക്സ് ഉണ്ട് വോയിസിൽ. ഫസ്റ്റ് ചരണത്തിൻ്റെ പകുതി തൊട്ട് ഒയ്യോ ഇറ്റ് വാസ് മാജിക് മോളെ. ആക്ച്വലി സെക്കൻഡ് ചരണമായപ്പോൾ എൻ്റെ കണ്ണിലൊരു ചെറിയൊരു പൊടി കണ്ണുനീര് വന്നു. मिलने की तमन्ना है, प्यार का इरादा है, और कोई इरादा है जानम। वो कभी हम मिले तो समाना देखेगा अपना प्यार। ओ मेरे यार, ओ मेरे यार। असला मैं इश्कुम यारा, असला मैं इश्कुम, असला मैं इश्कुम यारा, असला मैं इश्कुम। हाँ मेरी अना है तीर है, हाँ मेरी अना है तीर है, मेरी अना है तीर है, मेरे यार निशाना तुम। असला मैं इश्कुम यारा, असला मैं इश्कुम। ഞാൻ സർപ്രൈസ് ആയി പോയത് ചുരുങ്ങിയിരിക്കുന്ന ഒരാൾ ഇങ്ങനത്തെ സ്റ്റൈൽ ഓഫ് സിംഗിങ് കൊണ്ടുവന്നത് അമേസിങ്. താങ്ക് യു സർ. സൂപ്പറായിട്ട്. हे आज है अंगड़ाइयों में मिल कभी तन्हाइयों में हुस्न की परछाइयों में खूबसूरत हो गुज़ारे हुस्न गली में से कड़ू, हुस्न गली में से कड़ू, हुस्न गली में से कड़ू, दीवानी हो गई गुम। असला मैं इश्कुम यारा, असला मैं इश्कुम, असला मैं इश्कुम यारा, असला मैं इश्कुम। റിയലി നൈസ് സെലക്ഷൻ കേട്ടോ. ഐ തിങ്ക് അതെങ്ങനെ ചൂസ് ചെയ്തു എന്നുള്ളതല്ല, പക്ഷേ യു സീം വെരി കംഫർട്ടബിൾ വിത്ത് ദ സോങ്. തനാടൻ പുഞ്ചയിലെ നിത്തയിൽ തകതകതേതോ നിത്യവണ്ണ കുയിലാളെ നിത്യകാരതേതോ കുറ്റു വേണം കൂട വേണം കുരവ വേണം ഓദിത്തി താരാദിത്തി തൈ നിത്തൈ തകതേതോ ഓദിത്തി താരാദിത്തി തൈ നിത്തൈ തകതേതോ. Sujata Sarees, designed by Style Sarees, Spencer Junction, Palayam, Trivandrum.